നമസ്കാരം. തിരുവനന്തപുരത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിവിധ സ്ഥാപനങ്ങൾക്ക് നേരെ വ്യാജ ബോംബ് ഭീഷണികൾ വരികയാണ്. ഇമെയിലിലൂടെയാണ് ഈ ബോംബ് ഭീഷണികൾ വരുന്നത്. ഇന്ന് രാവിലെയും അത്തരത്തിലൊരു ബോംബ് ഭീഷണി വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ജർമ്മൻ കോൺസുലേറ്റിന് നേരെയാണ് ബോംബ് ഭീഷണി ഉണ്ടായിരിക്കുന്നത്. ഇത്തവണയും ഇമെയിലിലൂടെ തന്നെയാണ് ഈ ബോംബ് ഭീഷണി ഉണ്ടായത്. ആരാണ് ഈ ബോംബ് ഭീഷണിക്ക് പിന്നിൽ? ഇതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള സംഘടിത ശക്തികളുണ്ടോ? അതോ ആരെങ്കിലും കബളിപ്പിക്കാൻ വേണ്ടി വെറുതെ ചെയ്യുന്നതാണോ? ഏതെങ്കിലും മനോരോഗിയാണോ ഇതിന് പിന്നിൽ എന്നൊക്കെ കേരള പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ വസ്തുതയൊന്ന് പറയട്ടെ, 1.5 മാസമായി കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട്. ഒരു എത്തും പിടിയും കേരളത്തിലെ പോലീസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ജർമ്മൻ കോൺസുലേറ്റിൽ വളരെ വിശദമായ പരിശോധന നടക്കുന്നുണ്ട്. ജർമ്മൻ കോൺസുലേറ്റ് മറ്റൊരു വിദേശ രാജ്യത്തിൻ്റെ കോൺസുലേറ്റ് ആണ്. അവിടെ ചില നയതന്ത്ര പ്രാധാന്യമൊക്കെ ഉണ്ട് ഇങ്ങനെ ഒരു ബോംബ് ഭീഷണി വരുമ്പോൾ. അതുകൊണ്ട് തന്നെ സർക്കാർ ഗൗരവമായി എടുത്ത് പോലീസും ബോംബ് സ്ക്വാഡും സംയുക്തമായി ഇപ്പോൾ അവിടെ പരിശോധന നടത്തുകയാണ്. ഇതുവരെ യാതൊന്നും ജർമ്മൻ കോൺസുലേറ്റിൽ നിന്ന് സംശയകരമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, രാജ്ഭവൻ, ട്രാൻസ്പോർട്ട് ഭവൻ എന്നിവിടങ്ങളിലെല്ലാം ബോംബ് വച്ചിട്ടുണ്ട് എന്ന ഭീഷണി ഉണ്ടായിരുന്നു. ഇവിടങ്ങളിലെല്ലാം പരിശോധന നടത്തി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. മെനിഞ്ഞാന്ന് തലസ്ഥാനത്തെ വിമാനത്താവളത്തിലും റെയിൽവേ സ്റ്റേഷനിലും ബോംബ് വച്ചിട്ടുണ്ട് എന്നൊരു ഭീഷണി ഉണ്ടായിരുന്നു. അവിടെയും പരിശോധന നടന്നു, ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിന് തൊട്ടും തലേ ദിവസവും ബോംബ് ഭീഷണി ഉണ്ടായി. അത് സംസ്ഥാനത്തെ 2 ഹോട്ടലുകൾക്ക് നേരെയാണ് ബോംബ് ഭീഷണി ഉണ്ടായത്. ആ പരിശോധനയിലും ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. 1.5 മാസം മുമ്പ് ഇതേ മാതൃകയിൽ തന്നെ തിരുവനന്തപുരം കളക്ടറേറ്റിലും ബോംബ് വച്ചിട്ടുണ്ട് എന്ന് ഇമെയിൽ ലഭിക്കുകയും പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഈ ഇമെയിൽ ത്രെഡുകൾക്കെല്ലാം, ഇമെയിൽ ഭീഷണികൾക്കെല്ലാം ഒരു പൊതു സ്വഭാവമുള്ളത്, ഈ ഇമെയിൽ ഭീഷണികളിലോടൊപ്പം തന്നെ ചേർത്ത് വായിക്കുന്നത് ലഹരി മാഫിയയാണ് ഇത്തരത്തിലൊരു ഭീഷണി സന്ദേശം അയക്കുന്നത് എന്നൊരു തോന്നൽ ഉളവാക്കാൻ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നതാണ്. ഏറ്റവും ഒടുവിലായി ഈ പറയുന്ന ജർമ്മൻ കോൺസുലേറ്റിലേക്ക് വന്ന ഭീഷണി സന്ദേശത്തിലും തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ലഹരി കടത്തുകാരനായ ജാഫർ സാദിഖിൻ്റെ പേരാണ് പറയുന്നത്. ജാഫർ സാദിഖിനെതിരെയുള്ള നടപടികൾ അവസാനിപ്പിക്കുക എന്നതാണ് ഈ ഏറ്റവും ഒടുവിലത്തെ ഭീഷണി സന്ദേശത്തിലുള്ളത്. 1.5 മാസം മുമ്പ് കളക്ടറേറ്റിൽ വന്ന ഭീഷണി സന്ദേശത്തിൽ വളരെ വിചിത്രമായ ഒരു കാര്യമുണ്ട്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ലഹരി മാഫിയയ്ക്കെതിരെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, അത് നിർത്തണം എന്നാണ് ഈ ഭീഷണി സന്ദേശത്തിൽ ഉണ്ടായിരുന്നത്. ഇങ്ങനെ നിരന്തരം ലഹരി മാഫിയയിൽ നിന്ന് എന്ന രീതിയിൽ, അതായത് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെല്ലാം ഭീഷണിയുണ്ട് എന്ന രീതിയിൽ ആണ് ഈ ഇമെയിൽ സന്ദേശങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഭയപ്പെടാനൊന്നുമില്ല എന്ന് തന്നെയാണ് പോലീസിൻ്റെ പക്ഷം. പക്ഷേ എങ്കിലും വളരെ വ്യാപകമായി തന്നെ പരിശോധന നടത്തുകയാണ്. മുഖ്യമന്ത്രിയുടെ ഏതോ ഫാൻ ആവാനാണ് സാധ്യത. അതായത് കേരളത്തിലെ ലഹരി വ്യാപാരത്തിനെതിരെ അല്ലെങ്കിൽ ലഹരി മാഫിയയ്ക്കെതിരെ പിണറായി വിജയൻ എന്തോ നടപടിയെടുക്കുന്നു, അതിനെതിരെ മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്ത് ലഹരി സംഘങ്ങൾ എത്തുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ആ രീതിയിലേക്ക് ചർച്ചകൾ കൊണ്ടുപോകാനുള്ള ചില ശ്രമങ്ങളാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമാണ്. എന്തായാലും മൈക്രോസോഫ്റ്റിനെ അടക്കം ഈ കാര്യത്തിൽ ഈ മെയിൽ അയച്ച ഐഡിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വിശദാംശങ്ങൾ തിരക്കാനായി കേരള പോലീസ് സമീപിച്ചിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ട് തീർച്ചയായും കിട്ടിയ ശേഷം മാത്രമേ ആരാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമായി പറയാൻ സാധിക്കൂ. പക്ഷേ ഇപ്പോൾ ഡാർക്ക് വെബ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഇമെയിൽ ഐഡികളാണ് ഈ ഭീഷണി സന്ദേശങ്ങളായി എത്തുന്നത്. കേരള പോലീസ് എന്തായാലും ഈ ഭീഷണി സന്ദേശം അയക്കുന്ന വ്യക്തിക്ക് പിന്നാലെ തന്നെയുണ്ട്. ലഹരി മാഫിയ, അതായത് കേരളത്തിലെ സാഹചര്യങ്ങൾ വളരെ കൃത്യമായി അറിയാവുന്ന, ലഹരിക്കെതിരെ വലിയ ചർച്ചകൾ കേരളത്തിൽ നടക്കുന്നു എന്നറിയാവുന്ന വ്യക്തി തന്നെയാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമാണ്. എന്തായാലും ഇതിൽ വലിയ ഗൗരവ സ്വഭാവമുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോഴും വിലയിരുത്തുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. Branding partner EduBix Online Executive Education. Focus Physiotherapy Center Pattam. Unnat Engineering Gujarat. Tirthayatra.com. Iron Build Gujarat. PRS Hospital കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു.
മഹാസത്രവേദിയിൽ മെയ് 18-ന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.